ഓട്സ് എഗ്ഗ് ദോശ വേഗത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഓട്സ് എഗ്ഗ് ദോശ. ഇതുണ്ടാക്കാൻ ഞാനൊരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റ് ആക്കണം. അതിന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. ആദ്യം ഓട്സ് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സിയിലിട്ട് നന്നായി തന്നെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. പേസ്റ്റ് രൂപത്തിലായി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ്: ഒരു സവാള, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്. അതൊക്കെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ഞാൻ ഒന്നാണ് എടുത്തത്. ക്വാണ്ടിറ്റി കുറച്ചായതുകൊണ്ടാണ് ഒരു മുട്ട എടുത്തത്. ക്വാണ്ടിറ്റി കുറേ എടുക്കുന്നുണ്ടെങ്കിൽ 2 മുട്ട 3 മുട്ട എടുക്കാം. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ പൊട്ടിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. പേസ്റ്റ് ആവണമെന്നില്ല, എന്നാൽ ചതച്ച് കിട്ടിയാൽ മതി. ഇത് നമുക്ക് ഓട്സ് പേസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ദോശ ഇടാം. സാധാരണ രൂപത്തിൽ തന്നെ ഒരു കല്ലിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ മാവ് ഒന്ന് പരത്തിയെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ദോശയാണ്. അടിപൊളി ടേസ്റ്റാണ്. രാവിലെ തന്നെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതിൻ്റെ കൂടെ വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിന് ചട്നി ഉണ്ടെങ്കിൽ അത്ര നല്ല ചട്നി വെച്ചാൽ മതിയോ, അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മതി. അടിപൊളി കോമ്പിനേഷനാണ്. ഒന്ന് മൂടി വെച്ച് വേവിപ്പിച്ചെടുക്കാം. ഒരു ഭാഗം വെന്തുകൊണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. സോഫ്റ്റ് ആയതുകൊണ്ട് വേഗം വിട്ടുപോകും, കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഭാഗം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, മറ്റൊരു ഭാഗം നന്നായി വെന്ത് വന്നിട്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു ദോശ കൂടി ഉണ്ടാക്കാം. അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പരത്തിയെടുക്കാം. ഇനി രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കണം. ഓട്സ് നല്ല ഇതാണ്, ഓപ്ഷനാണ് ദോശ ഉണ്ടാക്കാൻ. നല്ല സോഫ്റ്റ് ദോശ കിട്ടും ഓട്സിൽ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ അടിപൊളി ഓപ്ഷനാണ്. പിന്നെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് പറയാം. മുട്ടയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ട് നമുക്കിത് അങ്ങനെ രണ്ടാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മൂന്നാമത്തെ ദോശയും ചൂടാം. ഓട്സ് കൊണ്ട് പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കാം. അതിൽ പെട്ടതാണ് ഈ ഓട്സ് ദോശ. ഈ ഓട്സ് ദോശനെ പല ടൈപ്പിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് മുട്ട ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. നമുക്ക് ഓട്സിൽ ഇത് ആഡ് ചെയ്ത് ദോശ ഉണ്ടാക്കാം. പിന്നെ പ്ലെയിൻ ഓട്സ് ദോശ ഉണ്ടാക്കാം. അതിൻ്റെ കൂടെ വല്ല കറിയോ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ കറീൻ്റെ ആവശ്യമൊന്നുമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ കഴിയുന്ന ഒന്നാണ്. കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓംലേറ്റ് ഒക്കെ തിന്നാതെ തിന്നാം. അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നല്ലൊരു ഓപ്ഷൻ കൂടിയാണിത്. അങ്ങനെ മൂന്നാമത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓട്സ് എഗ്ഗ് ദോശ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദോശ തന്നെയാണിത്, ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം. ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു.